ഗൈസ്, കഴിഞ്ഞു പോയൊരു കല്യാണ വ്ലോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. മറ്റാരുടെ എല്ലാം നമ്മുടെ സ്വന്തം റോയിച്ചന്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അതുപോലെ വെളുപ്പാങ്കലത്തെ ഞങ്ങൾ ഇവിടുന്ന് കെട്ടിപ്പറക്കി പോയി. പറയുന്ന ബസ് കയറി ചാരുമൂടായപ്പോഴത്തേക്കും ഞങ്ങൾ കയറിയ ബസ്സിന് തീയും പുകയൊക്കെ വന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബസ് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് അടുത്ത ബസ്സിന് കയറി നമ്മൾ കായംകുളത്തെത്തി. സമയ സന്ദർഭം ഒന്നും ശരിയല്ല. അതുകൊണ്ട് കല്യാണ ദിവസം രാവിലെയാണ് നമ്മൾ പോയി ഗിഫ്റ്റ് വരെ വാങ്ങിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം കല്യാണ സ്ഥലത്തെത്തി. ഞങ്ങൾ അപ്പോഴും ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് റാപ്പ് ചെയ്തു. നമ്മളെ വിളിക്കാൻ വേണ്ടി ലാമ്പേട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കുറെ നേരം നിന്നു. 10 മിനിറ്റിലെത്തുമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ക്ഷീണിച്ച് ഞങ്ങൾ കയറി ലൈം ജ്യൂസ് ഒക്കെ കുടിച്ച് വെയിറ്റ് ചെയ്ത് അവിടെ നിന്നപ്പോഴേക്കും പുള്ളി എത്തിയിട്ടുണ്ടായിരുന്നു. ഒറ്റവലിക്ക് കുടിക്കുന്ന ക്ഷീണം കൊണ്ടാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി. 11:30 കല്യാണത്തിന് ഞങ്ങൾ ഇറങ്ങിയത് 11:45. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടിൽ ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കൊടുത്ത് 2 ഫോട്ടോ എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊടുത്ത് 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഞങ്ങളുടെ ഫോട്ടോ സെഷൻസിന് വേണ്ടി ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. ഇത് മറ്റാരെയും കുറിച്ചല്ല, ഗംഗയുടെ കപ്പിളായ നമ്പൂരി പാറുവിലൂടെ പോയി ഇന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ ഗംഗ പറഞ്ഞതാണ്. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളത് എന്താണ്? ഫുഡ് അടി. നിങ്ങൾക്ക് വേണോ? കല്യാണം കണ്ടില്ലെങ്കിൽ എന്താ, ഫുഡ് കഴിക്കാൻ സമയത്തിന് ഇരിക്കണം. അതും പറ്റിയില്ല, അതും ലേറ്റ് ആയി പോയി. എത്ര ലേറ്റ് ആയെന്ന് പറഞ്ഞാലും വയറ് ഫുള്ളാക്കണമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇത് നല്ല രീതിക്ക് കഴിച്ചു. 2 കൂട്ടം പായസ സഹിതം ഞങ്ങൾ സദ്യ കഴിച്ചു. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നത്. സദയം ക്ഷമിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് പോകേണ്ട സമയമായി. ഞങ്ങളെല്ലാവരും ബസ്സിൽ തൂങ്ങി പിടിച്ച് വന്നപ്പോഴും ശ്രദ്ധമോന്റെ ഡ്യൂക്കിലാണ് വന്നത്. പായസം കൂടി സദ്യ കഴിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ക്ഷീണം. അപ്പം ഇത്രയുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.